നമസ്കാരം. വിവിധ വിദേശ രാജ്യങ്ങളിൽ ഒളിവിലായിരുന്ന നിരവധി പിടികിട്ടാപ്പുള്ളികളെ അടുത്തിടെ ഇന്ത്യയിൽ എത്തിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര തലത്തിലുള്ള കുറ്റവാളി കൈമാറ്റ കരാറുകൾ, CBI, ഇന്റർപോൾ എന്നിവയുടെ ശക്തമായ ഇടപെടലുകളാണ് ഇതിന് വഴിയൊരുക്കിയത്. ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ പ്രതികളായ പിടികിട്ടാപ്പുള്ളികളെ വിദേശത്തു നിന്നും ഇന്ത്യയിൽ എത്തിച്ച് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള നടപടികൾ ശക്തമാക്കി കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പിടിമുറുക്കുകയാണ്. കഴിഞ്ഞ 8 മാസക്കാലത്തിനിടെ 51 പിടികിട്ടാപ്പുള്ളികളെയാണ് വിവിധ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിൽ എത്തിച്ചത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം 2026 ജനുവരി മുതൽ ജൂലൈ വരെ 45 പേരെയും ഓഗസ്റ്റ് 1 മുതൽ 18 വരെ 6 പേരെയുമാണ് ഇന്ത്യയിൽ എത്തിച്ചത്. 36 രാജ്യങ്ങളിൽ നിന്നും 274 പേർ. 2019 മുതൽ 2026 ജൂലൈ വരെ 36 രാജ്യങ്ങളിൽ നിന്നായി 274 പിടികിട്ടാപ്പുള്ളികളെ ഇന്ത്യയിൽ എത്തിച്ചതായാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കണക്ക്. ഭീകരവാദം, സംഘടിത കുറ്റകൃത്യങ്ങൾ, ലഹരിക്കടത്ത്, സാമ്പത്തിക തട്ടിപ്പ്, കൊലപാതകം, ബലാത്സംഗം, പോക്സോ തുടങ്ങിയ കേസുകളിൽ പ്രതികളായവരാണ് ഇതിൽ ഉൾപ്പെടുന്നത്. 2025 ഏറ്റവും കൂടുതൽ പേരെ തിരിച്ചെത്തിച്ചത്. 70 പിടികിട്ടാപ്പുള്ളികളെയാണ് കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ എത്തിച്ചത്. 2024 43 പേരെയും 2023 37 പേരെയും 2022 40 പേരെയും 2021 23 പേരെയും 2020 7 പേരെയും 2019 9 പേരെയും തിരിച്ചെത്തിച്ചു. ബംബിഹ ഗ്യാങ്ങുമായി ബന്ധമുള്ള 3 പേരും ഇക്കൂട്ടത്തിൽ പിടിയിലുണ്ട്. ഓഗസ്റ്റ് 18 തീയതി മലേഷ്യയിൽ നിന്ന് 3 കൊടും കുറ്റവാളികളെയാണ് ഇന്ത്യയിൽ കൊണ്ടുവന്നത്. ബംബിഹ ഗ്യാങ്ങിൽപ്പെട്ട ജസ്പ്രീത് സിംഗ് എന്ന ജസ് ബെഹ്ബൽ എന്ന ഗോറ, അജയ് സിംഗ് എന്ന അജയ് മലേഷ്യ, പവൻദീപ് സിംഗ് എന്നിവരാണിത്. പഞ്ചാബിലും രാജസ്ഥാനിലുമായി UPA, ഇന്ത്യൻ ശിക്ഷാ നിയമം, ഭാരതീയ ന്യായ സംഹിത, NDPS നിയമം തുടങ്ങിയ വിവിധ വകുപ്പുകൾ പ്രകാരം ഇവർക്കെതിരെ കേസുകളുണ്ട്. ദുബായ്, സാമ്പത്തിക തട്ടിപ്പ്, കൊലപാതകം, തീവ്രവാദ കേസ് പ്രതികളെ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ എത്തിച്ചതും ഇവിടെ നിന്നാണ്. വൻകിട ബാങ്ക് വായ്പ തട്ടിപ്പ് നടത്തി മുങ്ങിയ വിജയ് മല്യ, നീരവ് മോദി തുടങ്ങിയവരെ വിട്ടുകിട്ടാനുള്ള നിയമ നടപടികൾ അവസാന ഘട്ടത്തിലാണ്. സൗദി അറേബ്യയിൽ ഭീകരവാദ പ്രവർത്തനങ്ങൾക്കും സ്വർണ്ണക്കടത്തിനും സഹായം നൽകിയ മലയാളി പ്രതികളെയടക്കം നാട്ടിലെത്തിച്ച് പിടികൂടാൻ സഹായിച്ച പ്രധാന സംവിധാനങ്ങൾ റെഡ് കോർണർ നോട്ടീസ്, ഇന്റർപോൾ വഴി പ്രതികൾക്കെതിരെ അന്താരാഷ്ട്ര ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുന്ന സംവിധാനമാണ് ഓപ്പറേഷൻ തൃശൂൽ. CBI ഒളിവിലുള്ള കുറ്റവാളികളെ കണ്ടെത്താൻ നടത്തുന്ന പ്രത്യേക ദൗത്യമാണത്. യൂണിയൻ ഹോം മിനിസ്ട്രി വിദേശകാര്യ മന്ത്രാലയവുമായി ചേർന്ന് നയതന്ത്ര തലത്തിൽ സമ്മർദ്ദം ചെലുത്തുന്നു. വിദേശത്തേക്ക് കടന്ന കൊലക്കേസ് പ്രതികളെയും വൻകിട സാമ്പത്തിക തട്ടിപ്പുകാരെയും കേരള പോലീസിന്റെ ആവശ്യപ്രകാരം UAE-യിൽ നിന്ന് കൊച്ചിയിലും തിരുവനന്തപുരത്തും എത്തിച്ച് അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്.